കേൾക്കണേ, ഇന്ന് രാത്രിയിൽ സകലതും പ്രതികൂലമാകുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്. എല്ലാം പ്രതികൂലമാകുമ്പോൾ പാടാൻ നിനക്ക് നിയോഗമുണ്ടെങ്കിൽ അതാണ് ഒറിജിനൽ പാട്ട്. സകലതും പ്രതികൂലമാകുമ്പോൾ നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ നിയോഗമുണ്ടെങ്കിൽ അവിടെയാണ് സ്തുതി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. യേശുവിന്റെ രക്തം ജയം ആ വായി തുറന്ന് ലഭിച്ച ജലത്തിന് ആരോഗ്യത്തെ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ മുറ്റത്ത് നിന്റെ ജനം കൂടി വന്ന് അങ്ങേ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച ആത്മനിയോഗത്തിനായി സ്തോത്രം. നിന്റെ ദാസീദാസന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കൾ എല്ലാവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ ഒന്നിച്ചങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകുകയും ചെയ്യും. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ആമീൻ പറഞ്ഞാട്ടെ. നാം വായിച്ച വേദഭാഗത്തിലെ ചിന്താവിഷയം ഇതാണ്. ഒരു ജയിലിനകത്ത് നടന്ന രാത്രി യോഗത്തിന്റെ ചരിത്രമാണ് വായിച്ചത്. അർദ്ധരാത്രിയിൽ യോഗം നടത്താൻ 2 പേർ തീരുമാനിച്ചു. അവരുടെ പേര് പൗലോസും ശീലാസും. പ്രൈസ് ലോർഡ്. അർദ്ധരാത്രിയിൽ എല്ലാവരും മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ആരോഗ്യപുഷ്ടിയുള്ളവരല്ല ഇവിടെ പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്തത്. അടികൊണ്ട് അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന 2 സഹോദരന്മാർ. അന്നേരം അവർക്ക് അർദ്ധരാത്രിയിൽ ഒരു നിയോഗം. ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ ഓക്കൂ, ഇന്ന് രാത്രി ഒന്ന് പാടിയേ ഓക്കൂ, ഇന്ന് രാത്രി ഒന്ന് സ്തുതിച്ചേ ഓക്കൂ. എല്ലാ സുഖസമൃദ്ധിയോടും ദൈവം നമ്മെ നടത്തുമ്പോൾ നമ്മുടെ ആരാധനയും പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ നമ്മുടെ സൗകര്യത്തിനൊത്ത് നടത്തുമ്പോൾ, ഒരാശയ്ക്കും പ്രതീക്ഷയില്ലാതെ ഒരു ദൈവപ്രവൃത്തിയും കാണാതെ പോകുമ്പോൾ, പകല് മുഴുവൻ തല്ലുകൊണ്ട് മജിസ്ട്രേറ്റ് നേരിട്ട് വന്ന് വസ്ത്രം പറിച്ചുരിഞ്ഞ് കോലിനാൽ അടിക്കാൻ കൽപ്പന കൊടുത്തതിനാൽ വളരെ അടിപ്പിച്ച ശേഷം സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പന കർശനമായതുകൊണ്ട് അകത്തളത്തിലുള്ള ആമത്തിലിട്ടവരെ പൂട്ടി അവരുടെ കാലുകൾ കൂച്ചുവലങ്ങിനാലും കൈകൾ കൂച്ചുവലങ്ങിനാലും പൂട്ടിയിരിക്കുകയാണ്. സോ പ്രൈസ് ബി ടു ജീസസ്. ആ അധ്യായത്തിൽ 4 വിധ വിടുതലുകളാണ് 16-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്നാമത് കാണുന്നത് ഒരു തിമോത്തിയോസിനെ ശുശ്രൂഷയ്ക്കായി ദൈവദാസനായ പൗലോസ് പോയി വേർതിരിക്കുകയാണ്. പിതാവ് യവനനാണ്, ഗ്രീക്കിലുള്ള ആളാണ്, എന്നാൽ അമ്മ യഹൂദ വനിതയാണ്. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ സന്തതിയെങ്കിലും തിമോത്തിയോസിനെ ദൈവത്തിനായി വേർതിരിപ്പാൻ പരിശുദ്ധാത്മാ പദ്ധതിയിട്ടു. ആമേൻ, ആമേൻ. നിന്റെ സന്തതിയെ തമ്പുരാനായി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് വേർതിരിക്കപ്പെടുമെന്നൊന്നും ഉത്കണ്ഠപ്പെടേണ്ട. ദൈവത്തിന്റെ സമയത്ത് ദർശനം പ്രാപിച്ചവരെ ദൈവം അയച്ചിരിക്കും. ഇന്ന് രാത്രി നിയോഗമുള്ളവർ ദൈവത്തിന് നന്ദി പറയട്ടെ. രണ്ടാമത്തെ വിടുതൽ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, അപ്പോസ്തലനായ പൗലോസ് ദേശത്തേക്ക് പ്രവർത്തനത്തിന് ഉത്സാഹത്തോടെ, തിടുക്കത്തോടെ, ആവേശത്തോടെ മിഷണറി ട്രിപ്പ് പ്ലാൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ പ്രത്യേകത ദൈവത്തിന് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെരുവറന്മാരായ ക്രേത്തർക്ക് ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. എന്നാൽ പൗലോസിന്റെ ആഗ്രഹം എന്താണ്? എന്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയം ലോക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ചലിക്കുന്നത്? നശിക്കാത്ത നിത്യതയുടെ കാര്യത്തിന് വേണ്ടിയാണോ? ഇന്ന് രാത്രി വാരിക്കൂട്ടാനുള്ള വെപ്രാളത്താൽ അനേകം ആളുകൾ ഓടി ഓടി അവരുടെ ജീവിതം വാടാത്ത കിരീടത്തിന് വേണ്ടിയല്ല, വാടുന്ന കിരീടത്തിന് വേണ്ടി പോകുമ്പോൾ, പള്ളയുടുപ്പ് കിട്ടിയുള്ള അമ്മ പ്രസവിച്ചിട്ടപ്പോൾ ഒരു വെള്ളത്തുണി മൂടിയ നിന്നെ ശവക്കുഴിയിൽ കൊണ്ടുപോകൂ. എന്നാൽ ഈ ആയുസ്സിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ വൻ കാര്യങ്ങളെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ അത് ഭാഗ്യ പദവി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്
അതേ ബർന്നബാസിനോട് പറഞ്ഞു, നാം സുവിശേഷം പങ്കുവെച്ച പട്ടണങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് നമ്മുടെ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാം. സ്തോത്രം. ഒരിക്കൽ സന്ദർശിച്ചിട്ട് പിന്നീട് അവിടോട്ട് തിരിഞ്ഞു നോക്കാത്ത സുവിശേഷ ലോകത്തെ അല്ല ഇവിടെ കാണുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ, ഒരിക്കൽ സ്നാനപ്പെട്ടവർ, ഒരിക്കൽ സുവിശേഷത്താൽ വേർതിരിക്കപ്പെട്ടവരുടെ സ്ഥിതി അറിയുവാൻ ജാഗ്രത വേണം, ജാഗ്രത വേണം. നമ്മുടെ ചർച്ചിൽ ഒരാൾ വന്നാൽ കരം കൊടുക്കാൻ മടിക്കരുത്. സ്തോത്രം. സ്റ്റാറ്റസ് ഉള്ളവരോട് മിണ്ടാനും അവരെ കെട്ടിപ്പിടിക്കാനും ചുംബനം കൊടുക്കാനും കുശലം പറയാനും അല്ല വിശുദ്ധന്മാരെ സംബന്ധിച്ച് ദൈവം വേർതിരിച്ചിരിക്കുന്നത്. ആലയത്തിൽ കൂട്ടായ്മയിൽ ഒരാൾ വന്നാൽ, സഹോദരൻ വന്നാൽ, സഹോദരന്മാരെല്ലാം ചെന്ന് ക്ഷേമം അന്വേഷിച്ച് കരം കൊടുത്ത് അവൻ പ്രാർത്ഥിച്ച് പ്രത്യാശയുടെ ശബ്ദം പറഞ്ഞു വിടണം. സഹോദരിമാർ പുതിയ ആത്മാക്കൾ വരുമ്പോൾ കരം കൊടുത്ത് കർത്താവിന്റെ നാമത്തിൽ അവരെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്ത് ദൈവസ്നേഹം അവർ രുചിച്ചറിഞ്ഞു പോകാൻ ഇടയായി തീരണം. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം വചനം പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായിരുന്നു പൗലോസും ശീലാസും. ദൈവത്തിന് വേണ്ടി പ്രാണത്യാഗത്തിന്റെ ഒരു ഹൃദയമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് അതുകൊണ്ട് അവർ തീരുമാനമെടുത്തിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ബർന്നബാസിന് ഒരാഗ്രഹം, നമ്മുടെ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം. പൗലോസ് പറഞ്ഞു, വേണ്ട, പ്ലാൻ ചെയ്ത മീറ്റിങ്ങിന് ടീം പ്രവർത്തനത്തിന് വരാത്തതൊന്നും പുള്ളിയെ വേണ്ട. അന്ന് ചെറിയ ജലദോഷം പിടിച്ച ആള് കിടക്കുന്നത് കൊണ്ടും വിശ്വാസത്തിൽ വേണ്ടുമെന്ന് ഉറയ്ക്കാത്ത ആളായതുകൊണ്ടും പൗലോസ് കർക്കശക്കാരനായതുകൊണ്ടും ആളിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഇച്ചിരി അണ്ടർസ്റ്റാൻഡിങ്ങിൽ വ്യത്യാസം ഉണ്ടായി. രണ്ടുപേരുടെ രണ്ട് ടീമായിട്ട് മാറി. ബർന്നബാസ് എന്ത് ചെയ്തു? വേണ്ടാന്ന് പൗലോസ് തള്ളിക്കളഞ്ഞ് മർക്കോസിന്റെ ഹൃദയത്തിന്റെ മുറിവ് മനസ്സിലാക്കി അവനെ അങ്ങ് താങ്ങി. സ്തോത്രം. ആളുകൾ അവഗണിക്കുമ്പോൾ പോട്ടെ അടുത്താള് വരട്ടെ എന്നല്ല, വീണവനെ താങ്ങാൻ ഒരു ഹൃദയം ആത്മീയനുണ്ട്. സ്തോത്രം. തളർന്നവനെ വാരിപ്പുണരാൻ ഒരു ഹൃദയം, അവൻ നല്ല മനസ്സുള്ള ആത്മപൂർണനായ നല്ല ഹൃദയത്തിന്റെ ഉടമയുള്ള അവൻ ബർന്നബാസിന് കഴിയുന്നു. കാരണം പൗലോസ് പോലും ദൈവത്തിന് സന്ദർശനം അനുഭവിച്ചെങ്കിലും ജനത്തിന്റെ ഇടയിലും അപ്പോസ്തലന്മാരുടെ ഇടയിലും പ്രയോജനപ്പെടാൻ ഇടയായി തീർന്നത് ബർന്നബാസ് കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിലും നമ്മെ ഇവിടെ കൂട്ടി വരുത്തിയ ദൈവകൃപയ്ക്കായി, ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ദൈവകരങ്ങൾക്കായി നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. കുപ്രോസ് ദ്വീപിലേക്ക് ബർന്നബാസ് പോയപ്പോൾ പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്തു. ശീലാസൻ പ്രവാചകനാണ്. അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മിഷൻ ട്രിപ്പിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ആസിയ എന്ന ദേശത്ത് അവർക്ക് പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, വേണ്ട. മറ്റൊരു ദേശത്തേക്ക് പോകാൻ അവർ പ്ലാൻ ചെയ്തപ്പോൾ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കുന്നു, പരിശുദ്ധാത്മാവ് തടയുന്നു. കുഞ്ഞെ, ആത്മാവ് വിലക്കിയ വിഷയം നീ ഉപവസിച്ച് ദൈവഹിതമാക്കാൻ ശ്രമിക്കരുത്. ആത്മാവ് തടഞ്ഞ വിഷയം ദൈവദാസന്മാരെ നേടിയിരുന്നത് നേടാൻ വേണ്ടി ശ്രമിക്കരുത്. ഇന്ന് രാത്രി ആത്മാവ് വിലക്കുന്നത് ദോഷത്തിനല്ല, ആത്മാവ് തടയുന്നത് തിന്മയ്ക്കല്ല. ആസിയയിൽ പ്രസംഗിക്കരുതെന്ന് ദൈവാത്മാവ് അവൻ പൗലോസിനോട് പറഞ്ഞത് എന്നേക്കുമായി ഒരു തടയലല്ലായിരുന്നു, എന്നേക്കുമായുള്ള വിലക്കല്ലായിരുന്നു. 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് തടഞ്ഞ സ്ഥലത്ത് ദൈവാത്മാവ് 2 വർഷം പൗലോസിനെ അവിടെ നിർത്തി ശുശ്രൂഷിപ്പിച്ചു. കാരണം ആ ദേശത്ത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ദേശം, അർത്തമീസിന്റെ ക്ഷേത്രമുള്ള ദേശം, മന്ത്രവാദികൾ കൊടികുത്തി വാഴുന്ന ദേശം. സ്കേഭ എന്ന മഹാപുരോഹിതൻ കർത്താവിന്റെ വേല ചെയ്ത സ്ഥാനത്ത് തനിക്കുണ്ടായിരുന്ന 7 മക്കളും മന്ത്രവാദികളായി തീർന്ന് മന്ത്രവാദികളുടെ അനുഗാമികളായി തീർന്ന ദേശം. ദൈവം നിന്നെ ഒരു ദേശത്ത് അയക്കുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവിന് ആ ദേശത്ത് ഒരു പ്രവൃത്തിയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി വാതിൽ അടയ്ക്കുകയല്ല, നിനക്ക് വേണ്ടി ഒരുക്കാനുള്ള സമയം ചോദിക്കുകയാണ്. ദൈവമേ, എന്റെ വാതിലുകൾ അടഞ്ഞുപോയോ, എന്റെ വഴികൾ അടഞ്ഞുപോയോ എന്ന് ഇന്ന് രാത്രി ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിനക്ക് ദോഷം വരുന്ന സാധ്യതകളെ ആത്മാവിൽ മുന്നിൽ കണ്ടാണ് അത് തടയുന്നത്. ഇന്ന് തിരിച്ചറിയുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും.
അഭിഷേകം അടുക്കപ്പെടുന്നത്. അന്തര ചുടകലകടകതിരി രക്തം ജയം. അതുകൊണ്ട് പൗലോസ് ഉത്കണ്ഠയോടെ ഇരിക്കുകയാണ്. നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇനി എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൽ ആശ്രയിച്ചാണ് അവർ പുറപ്പെട്ടത്. അവർ രാത്രി കിടന്നുറങ്ങിയാണ്. മൂസ്യയിലെത്തിയപ്പോൾ അവർ രാത്രി ഉറങ്ങുമ്പോൾ ദർശനത്തിൽ പൗലോസിനോട് ദൈവം ഇടപെടുകയാണ്. ഒരു മക്കദോന്യ വിളി അവനിലേക്ക് വരികയാണ്. ഒരു മക്കദോന്യക്കാരനായ പുരുഷൻ നിന്നുകൊണ്ട് കം ആൻഡ് ഹെൽപ്പ് us, വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു ശബ്ദം ദർശനത്തോടുകൂടി കേൾക്കുകയാണ്. ഈ ദർശനം കണ്ടപ്പോൾ കർത്താവ് അവിടെയുള്ളവരോട് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു. ശ്രദ്ധിക്കണം, ദർശനം കണ്ടു, ദൈവശബ്ദം കേട്ടു, അവൻ അതിൽ ഉറച്ചു. ഇന്ന് രാത്രി ദൈവം നിന്നെ കാണിക്കുന്ന നീ ഉറയ്ക്കണം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? കർത്താവ് കാണിച്ച കാര്യത്തിൽ അവർക്കൊരു നിയോഗമുണ്ടായി. എന്താണ്? മക്കദോന്യയിലായ പുരുഷൻ വന്നതെന്ന് പറയുന്നു ഞങ്ങളെ സഹായിക്കാം. ദൈവാത്മാവ് ഒരു സ്ഥാനത്ത് വഴി അടച്ചപ്പോൾ എന്റെ വഴി അടഞ്ഞുപോയി എന്നുള്ള ഭാരത്തോടെ ഉറങ്ങിയവൻ നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ സ്വർഗം തുറന്ന വാതിൽ കണ്ടോണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് രാത്രി എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് സ്വർഗം ഒരു വഴി തുറക്കുന്ന രാത്രിയാണ്. രക്തത്താതെ ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ അവനെ മൗനമായി അപരമൂട്ടി ഇരിക്കുന്നത്. ആത്മാവിലേക്കപ്പെട്ട ചൂട് നിങ്ങളുടെ ഉള്ളതോടെ ഇടപെടുമ്പോൾ ഈ രാത്രി ആത്മാവിനെ ആരാധിച്ചത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസ് ദർശനം കണ്ടപ്പോൾ ദൈവത്തോട് ചോദിച്ചില്ല, കർത്താവേ, ഹല്ലേലൂയ, ഏഷ്യ മൈനറിൽ ഉള്ളതായ ഒരു ഡിസ്ട്രിക്റ്റാണ് ഫിലിപ്പിയ പട്ടണം. ആ ദേശത്ത് തന്നെ ആരും ക്ഷണിച്ചല്ല പോകുന്നത്. ശ്രദ്ധിക്കണേ, ആരും ക്ഷണിച്ചല്ല പോകുന്നത്, പക്ഷേ ദൈവം അയച്ചു പോകുക. കർത്താവേ, ഈ പട്ടണത്തിൽ എനിക്ക് പരിചയക്കാരില്ല, എന്നെ സ്വീകരിക്കാൻ ആളില്ല, എനിക്ക് പ്രോഗ്രാം ഒരുക്കാൻ ആളില്ല. എന്ന് പറഞ്ഞൊന്നും പൗലോസ് ഭാരപ്പെട്ടില്ല. സഹോദരങ്ങളെ, ആത്മാവ് അയച്ചാൽ നീ വീട് നേടി പോകണ്ട, ആമേൻ, നിന്നെ വിളിച്ചോണ്ട് പോകാൻ വഴി ഒരുക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദർശനം പ്രാപിച്ചാൽ, നീ ഉപവസിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ വഴിക്ക് വേണ്ടി നീ കരയണ്ട. ദൈവം തന്നെ വഴിയായി, ദൈവം തന്നെ വാതിലായി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആത്മാവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അവർ 2-3 ദിവസത്തെ യാത്ര കപ്പലിൽ ചെയ്താണ് അവിടെ എത്തി. കപ്പൽ യാത്ര അത്ര സുഗമമായ ഒരു കാര്യമല്ല. ഞാൻ 5 വർഷം നിരന്തരം കപ്പൽ യാത്ര ചെയ്ത ആളാ. ദൈവത്തിന് സ്തോത്രം. ആൻഡമാൻസിൽ 5 വർഷം മിഷണറിയായി. ആമേൻ. 1990 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാനവിടെ പാർട്ടാണ്. അപ്പോൾ സീ സിക്നസ് ഉണ്ടാവും, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കപ്പൽ യാത്രയിലുണ്ട്. പക്ഷെ ദർശനം ആ യാത്രയുടെ ക്ഷീണത്തെ മാറ്റി. സ്തോത്രം. നിനക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിന്റെ മുന്നിലെ തടസ്സത്തെയൊക്കെ നീ ജയിച്ച് മുന്നോട്ട് പോകും. നിനക്കൊരു ഉറപ്പ് ദൈവസന്നിധിയിലുണ്ടെങ്കിൽ നിന്റെ മുന്നിലുള്ള തിരയിളക്കത്തെ നിനക്ക് ഭയപ്പെടാനില്ല. ഈ തിരക്കപ്പുറത്തായി നിനക്കൊരു ദർശനമുണ്ട്, നിനക്കൊരു ദൂതുണ്ട്, നിന്റെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്, നിന്നാൽ വിടുവിക്കപ്പെടാൻ ഒരു കൂട്ടം ജനമുണ്ട്. തിരിച്ചറിയണം. ദൈവത്തിന് ഫിലിപ്പിയ പട്ടണത്തിൽ അവരവിടെ എത്തി. ആരും തന്നെ സ്വീകരിച്ചതായി കാണുന്നില്ല, എവിടെ പാർത്തു എന്നും കാണുന്നില്ല. ചില ദിവസം അവർ അവിടെ പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശബത്ത് ദിവസം ആയപ്പോൾ അവർക്കൊരു നിയോഗമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ ദേശത്തെ വെളിപ്പാടെ കൊടുത്തു, വ്യക്തികളുടെ വെളിപ്പാട് കൊടുത്തില്ല. ചില മിടുക്കന്മാരുണ്ട്, ദേശത്തിന്റെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെളിപ്പാടിലേക്ക് കാത്തിരിക്കും. കർത്താവ് ഏത് വീടാ വെളിപ്പെടുത്തണേ, ഏത് അമ്മാമിയാ വെളിപ്പെടുത്തണേ, ഏത് അച്ചായനാ വെളിപ്പെടുത്തണേ. സഹോദരങ്ങളെ, ദർശനം ലഭിച്ചാൽ, ആമേൻ, ദൈവം നിന്നെ ഒരു ദേശം കാണിച്ചാൽ ആ ദേശത്തിലുള്ള വിഷയം മുഴുവൻ അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കാഴ്ചപ്പാട് കിട്ടുമ്പോൾ അതനുസരിക്കാത്തവന് ദൈവം അടുത്ത കാഴ്ചപ്പാട് കൊടുക്കുകയല്ലെന്ന എന്റെ വിശ്വാസം. ആമേൻ പറയാം. എത്ര പേരുണ്ട് ഒരുമിച്ച്? ചില ദിവസം അവിടെ പാർത്തു. ഇതാ ഒരു ദിവസം പൗലോസിന്റെ ഉള്ളിൽ ഒരു നിയോഗം. പട്ടണം വിട്ടു നീ പുറത്തു പോകണം, ഗോപുരം വിട്ട് പുറത്തു പോകണം. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. പട്ടണത്തിനകത്താണ് ആദ്യം ദൈവപ്രവൃത്തി എന്ന് പൗലോസ്
പണിതതായ പട്ടണമാണ്. റോമക്കാരായ ആളുകൾ കുടിയേറി പാർക്കുന്ന സ്ഥലമാണ്. അവിടെ റോമൻ ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് നിയമം കൊണ്ട് പട്ടണത്തിൽ കയറാൻ പറ്റില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ റോമന്റെ മുദ്ര പൊട്ടിച്ച് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി നിയമം നിന്റെ വാ പൂട്ടുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ പാട്ട് നിർത്തുമെന്ന് വാദിക്കുമ്പോൾ, നിന്റെ സ്തോത്രസ്തുതി നിർത്തുമെന്ന് വാദിക്കുമ്പോൾ, റോമൻ നിയമത്തെ പൊട്ടിച്ചവനെ അഭിഷേകം ചെയ്താൽ അവന്റെ നിയോഗം നിന്നെ അവന്റെ ദർശനത്തിന് ഉടനെയായി നീ മാറിയ നിയമത്തിൽ അധികമായി നിന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ തിരിച്ചറിയുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അവരോടുകൂടി ഉള്ളവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഭയം കൂടാതെ ദൈവത്തെ മകത്തപ്പെടുത്തിയ ഈ രാത്രി നിന്നെ കെട്ടടിച്ച് അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ വെയിറ്റ് ചെയ്തു. ആരെയും കണ്ടില്ല. അവരുടെ എന്ത് ചെയ്യാം? ഒരു നിയോഗത്താലാണ് അവർ പുഴവക്കത്തിരിക്കുന്നവർക്ക്. ചിലർക്ക് AC ഉണ്ടെങ്കിൽ ആരാധന വരും. നല്ല കെട്ടിടം അന്വേഷിച്ച് യോഗത്തിന് പോകുന്ന ആളുകളുണ്ട്. ആള് കൂടുന്ന സ്ഥലം നോക്കി പോകുന്നവരുണ്ട്. പിന്നെ കെട്ടിട വലിപ്പം നോക്കി പോകുന്നെങ്കിൽ ശലോമോൻ ആണ് ദൈവം തമ്പുരാൻ ഏറ്റവും വലിയൊരു ആലയം പണിതത്. അതുപോലെ ഒരു ആലയം ഭൂമിയിൽ ആരും പണിതിട്ടില്ല. പക്ഷെ വചനം പറയുന്നു, അത്യുന്നതനായവൻ അതിൽ കൽപ്പനയായതിൽ വാസം ചെയ്യുന്നില്ല. ആള് കൂടുന്നിടത്ത് ആത്മീയമെന്ന് ചിന്തിക്കരുത്. ഈ തനിയെ ഇരുന്ന് കരയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നെങ്കിൽ അവിടെയാണ് വിടുതലിരിക്കുന്നത്. അവൻ ഹൃദയം നുറുങ്ങിയവർ കഴുവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. അവരുടെ നിയോഗത്താൽ നദിയുടെ സൈഡിൽ ഇരിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കാനായി ചില സഹോദരിമാർ ഇതാ കൂടി വരികയാണ്. ശ്രദ്ധിക്കണേ, ഒറ്റ സഹോദരന്മാരും ആ യോഗത്തിന് വന്നില്ല. ഉണ്ടോ? ഇല്ല. ചില സഹോദരന്മാരുണ്ട്, നീ പൊക്കോടി യോഗത്തിന്, ഞാൻ വിട്ടിരുന്നോളാം. സ്തോത്രം. അപ്പൊ യോഗമെല്ലാം സഹോദരിമാർക്ക് ഒരു സഹോദരനോട് എനിക്ക് ചോദിച്ചു, എന്നെ ഈ സഹോദരൻ പോകാത്തെ? അല്ല, അങ്ങനെയെങ്കിലും അവിടെ നോക്കണമെന്ന് തീരുമാനിച്ചു. സഹോദരങ്ങളെ, അങ്ങനെയല്ല. അവിടെ ഒരു കൂട്ടം സഹോദരന്മാരുണ്ട്. പൗലോസ് അവരോട് സംസാരിച്ചു. സ്തോത്രം. പക്ഷെ സംസാരിച്ചപ്പോൾ ഒരാളും മാത്രമേ ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിച്ചുള്ളൂ. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രി ഈ യോഗത്തിന് എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിലും ലുദിയെ പോലെ സ്വർഗം എന്റെ ഉള്ളം തുറക്കണമേ എന്ന് നീ കരയാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരം അനുഭവിച്ച് ഈ രാത്രി മടങ്ങിപ്പോകാനിടയാണ്. എത്ര പേർക്ക് ദൈവത്തിന് സന്തോഷമുണ്ട്? പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് ദൈവം ലുദിയയുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? തുറന്നു. ഈ സഹോദരിയുടെ പ്രത്യേകത പലതാണ്. ഒന്ന്, അവൾ ആ ദേശക്കാരി അല്ല. തുയത്തൈല പട്ടണത്തിൽ നിന്ന് ബിസിനസിന് വേണ്ടി ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന് താമസിക്കുക. നല്ല മാന്യയായ ഒരു സഹോദരി. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥനയുടെ ദിവസം അവൾ ബിസിനസ് വേണ്ടാന്ന് വെച്ചു. ഹല്ലേലൂയ. രാത്രിയും പകലും സ്തോത്രം. ഒന്നിനോടൊന്ന് കൂട്ടുകാനുള്ള ആവേശമല്ല സഹോദരങ്ങള്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി നിന്റെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും പാടിയും സന്തോഷിച്ചും ദൈവം നിനക്ക് തന്നിരിക്കുന്ന മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി അവരെ അനുഗ്രഹിച്ച് ദൈവത്താൽ അനുഗ്രഹം നിന്റെ കരത്താൽ അവരിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ദാഹം നിയോഗം ഈ ദിവസങ്ങളെ അപ്പോൾ അവൾ ദൈവഭക്തയായ ഒരു സ്ത്രീയാ. പക്ഷെ രക്ഷിക്കപ്പെട്ട ആളല്ല. സ്തോത്രം. യഹൂദ മഹത വിശ്വാസിയാണ് അവൾ. സ്തോത്രം. അവളുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വില കൂടിയ കച്ചവടം നടത്തുന്ന ഒരു ലീഡറാണ് അവൾ. വലിയ ബിസിനസ്സുകാരിയാണ്. സ്തോത്രം. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും അവളുടെ ഹൃദയത്തിൽ ഒരു കാഴ്ചപ്പാട് ദൈവം കണ്ടു. ചുമ്മാതെല്ലാത്തിന്റെ ഹൃദയം തുറന്നാലൊന്നും തമ്പുരാൻ ഗുണം വരികയില്ല. ഈ പട്ടണത്തിൽ കർത്താവിന്റെ ദർശനം ലഭിച്ച് വന്നിരിക്കുന്ന പൗലോസും ശീലാസും ഈ ദേശത്ത് ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ സ്വർഗം കണ്ടത് ലുദിയായ ആദ്യഫലമായി ദൈവം കണ്ടു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാതെ ആമേൻ ഹല്ലേലൂയ. ഒരു സഹോദരിയാണ് ആ പട്ടണത്തിലെ സഭ സ്ഥാപനത്തിനായി ദൈവാത്മാവ് കണ്ടത്. ഇന്ന് രാത്രിയിലും സ്വർഗം നിന്റെ ഹൃദയം തുറന്നെങ്കിൽ ദൈവത്തിന് വേറൊരു ഉദ്ദേശമില്ല. നീയാൽ ചിലർ പണിയപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീയാൽ ചിലർ വിടുവിക്കപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയിൽ വായി തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത്
പുരുഷനോട് ഓരോ അനുവാദവും ചോദിക്കാതെ ദൈവവചനം പറയുന്നു അവനും കുടുംബവും താമസിയാതെ എന്ത് ചെയ്തു? സ്നാനമേറ്റു. സ്തോത്രം. അപ്പൊ സുവിശേഷ പ്രഭാഷണം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ, തമ്പുരാൻ അവിടെ ഉള്ളം തുറന്നു കഴിഞ്ഞപ്പോൾ, അവിടെ ഹൃദയത്തിൽ ലഭിച്ച ആത്മനിയോഗം എന്താണ്? സ്നാനമേറ്റ് ദൈവസന്നിധിയിൽ വേർപെട്ട് ആരാധിക്കണം. ശ്രദ്ധിക്കണേ, അതിന് തക്കനായ സ്ഥലം പുഴയുടെ സൈഡിലായിരുന്നു യോഗം വെച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഇടമനാണ് എന്റെ സ്വദേശം. അവിടെ 87 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി 100ാമത്തെ വയസ്സിൽ മരിച്ചു. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലഘട്ടം ഞാനൊരു വൈദികരാകാൻ ട്രിവാൻഡ്രം സെന്റ് ആൽബർട്ട്സ് സെമിനാരിൽ പോയതാണ്. അവിടുന്നാണ് കർത്താവിനെ സന്ദർശിച്ച് ഈ കൃപയിലേക്ക് നയിപ്പാനിടയായി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് യോഗത്തിന് പോകുമ്പോൾ അമ്മച്ചി കൂനിയാണ് പോകുന്നത്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഈ ജനിച്ചപ്പോഴേ അമ്മച്ചിക്ക് ഈ കൂനുണ്ടോ? ഇല്ല മക്കളെ. അപ്പൊ അമ്മച്ചി എന്റെ കാല് വളഞ്ഞതാണ് പൊളിയോന്ന്. എനിക്ക് നടക്കുമ്പോൾ വളരെ ആയമുണ്ട്. പക്ഷെ എന്നേക്കാൾ വേഗത്തിലാണ് അമ്മച്ചി യോഗത്തിന് പോകുന്നത്. അപ്പം ഇടമണ്ണിൽ നിന്ന് അമ്മച്ചി ചാലിയക്കരയിലേക്കാ പോകുന്നത്. അപ്പൊ മാസയോഗത്തിന് പോകുമ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞത്, മോനെ കൂടെ പെട്ടെന്ന് വാ, നേരം വൈകി. ഞാൻ പറഞ്ഞ അമ്മച്ചി മാസയോഗം 10 മണിക്കല്ലയോ? മോനെ മാസയോഗം 10 മണിക്കാണെങ്കിലും നമുക്ക് അരമണിക്കൂറിന് മുമ്പേ ചെന്ന് യോഗത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. നമ്മൾ പറയും തുടങ്ങി ഒന്ന് ചൂടാകട്ടെ, പിന്നെ ഞങ്ങൾ ചെയ്യല്ല. പിന്നെ നീ ചൂടടിക്കാൻ വരിക അല്ലേ? അമ്മച്ചിയുടെ കാഴ്ചപ്പാടെന്താ? യോഗത്തിന് മുൻപ് ഞാൻ എവിടെ എത്തണം? നിന്റെ കൃപയുടെ പവിത്രത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു കാഴ്ചപ്പാട്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളം സന്തോഷിച്ചു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവനെ തിന്നു കളയുന്നു. കൂട്ടായ്മയ്ക്ക് മുടങ്ങാതെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്രിറ്റിസിസം അല്ല, നീ ഒരുങ്ങി വന്നാൽ ദൈവം നിന്നെ നടക്കും. അടുത്തിരിക്കുന്നവരുടെ സ്റ്റൈൽ നോക്കി ആരാധിക്കുന്നവൻ ആത്മതവും പ്രാപിക്കുകയല്ല. ദൈവത്തെ ആരാധിപ്പാൻ ലജ്ജ കൂടാതെ തീഷ്ണതയോടെ എരിവോടെ ഉൾക്കാഴ്ചയോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരെ തമ്പുരാൻ നെറുകയോടെ വിടത്തി കരകളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു, മോനെ ഞാൻ മർദ്ദമക്കാരിയായിരുന്നു. ഞാൻ ആട്ടിനെ തീറ്റാനായിട്ട് ആറ്റിന്റെ തീരത്ത് വഞ്ചിയൊക്കെ ഓടിച്ച് ആറ്റിന് കൊടുക്കുമ്പോൾ ഒരു ഉപദേശി വെള്ളത്തിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, ഇനി ആരുണ്ട് കർത്താവിനെ ചേരാൻ? ഇനി ആരുണ്ട്? സ്തോത്രം. സഹോദരങ്ങളെ, അമ്മച്ചി പറഞ്ഞു കേൾക്കണോ? ഓനെ ആ സ്നാന ശുശ്രൂഷയെല്ലാം കണ്ട പ്രസംഗം കണ്ടപ്പോൾ എന്റെ ഉള്ളവങ്ങ് വെപ്രാളപ്പെടുക. നിനക്കുള്ള സമയമാ, നിനക്കുള്ള സമയമാ, നിനക്കുള്ള സമയമാ. അമ്മച്ചി പറഞ്ഞു, ഇട്ടലത്തെ മുണ്ടോടെ നേരെ ആരോട് ചോദിക്കാതെ വെള്ളത്തിലോട്ട് എന്നിട്ട് പറഞ്ഞു, ഞാൻ യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഹൃദയം തുറക്കപ്പെട്ടവനെ സ്നാനക്കടവിൽ ഇറങ്ങാൻ പറ്റുമോ? തമ്പുരാൻ ഹൃദയം തുറന്നാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ആരെയും തടയാൻ പറ്റില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ, ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ, ആത്മാക്കൾ വിടുതലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ദൈവം ജനങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്ന രാത്രിയാണ്. കലകളെ അടിച്ച് ആരാധിച്ചു ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അമ്മച്ചി സ്നാനമേറ്റ് വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ മുതിര തള്ളിക്കൊണ്ടിരിക്കുക. അമ്മച്ചി വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അപ്പച്ചന്റെ അരികിൽ വിവരമെത്തി, ഞാൻ നിന്റെ മെമ്പറെത്തി കലക്കോളെത്തി മുങ്ങി. അപ്പച്ചൻ കാലി കയറിയിരിക്കുക, അമ്മച്ചി ആത്മാവിൽ നിറഞ്ഞിടുക. അമ്മച്ചി സ്നാനമേൽക്കുന്ന ആ നിമിഷം തന്നെ അഭിഷേകവും പ്രാപിച്ചു കേട്ടോ. ഇന്ന് രാത്രി നിന്റെ ഉള്ളമറിയുന്ന ദൈവം ഏതവസ്ഥയിൽ നീ വന്നിരിക്കുന്നുവോ, സ്വർഗം ഇന്ന് രാത്രി ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നിന്നെ ആത്മബലത്തോടായി വന്ന മകനോട് മുതിര വടിയെടുത്ത് ആ മുതിര അത് തല്ലുന്ന വടി വെച്ച് അപ്പച്ചന് ഒറ്റയടി നടുമുറിക്ക് കൊടുത്ത് അന്നേരം നട്ടൽ വളർന്നു. അപ്പൊ ഞാന് സ്പീഡിൽ നടന്നുകൊണ്ടിരുന്ന ഞാൻ അവിടെ നിന്നേച്ച് അയ്യോ എന്ന് ഞാൻ വിളിച്ചപ്പോ എന്നോട് അങ്ങനെ പറയാതെ പോലെ ആ ബലം കൊണ്ടാണ് അമ്മ ഇരുവരെ നിൽക്കുന്നത്. തിരുനാമ നിമിത്തം അവമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടപ്പോൾ സന്തോഷിച്ചു. കർത്താവിന് വേണ്ടി നിന്നെ ചുമക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കുകയാണ്. അവന് വേണ്ടി നിന്നെ ചുമക്കുന്നവർ, അപമാനം ഏൽക്കുന്നവർ, ഉപദ്രവ
വിമർശിക്കുന്നവർ, കുത്തുവാക്ക് കേൾക്കുന്നവർ, ചേർന്ന് തിരിഞ്ഞ് വിമർശിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം തന്നെ ഓർത്ത് ആമേൻ സന്തോഷിക്കുകയാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്റെ വീട്ടിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ടു, തല്ലുതന്നെ എന്നെ വീട്ടിൽ ഇറങ്ങി വിട്ടത്. പക്ഷേ 25 വർഷം കഴിഞ്ഞപ്പോൾ തല്ലിയവരും തല്ല് കണ്ടവരും എല്ലാം ഈ കൃപയുടെ സാക്ഷികളായി മാറുക. പക്ഷെ ഞങ്ങളെ 4 മക്കളാണ്. അതിൽ 2 പേര് ജോലിയോടൊപ്പം ദൈവവേല ചെയ്യുന്നു, 2 പേർ പൂർണ്ണ സമയം കർത്താവിന്റെ വേല ചെയ്യുന്നു. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? കാര്യങ്ങളെ ഉയർത്തി ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ ലുദിയ സ്നാനമെത്തി കഴിഞ്ഞപ്പോൾ അവൾ പൗലോസിനോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ കർത്താവിൽ എന്നെ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കണം. സ്തോത്രം. അപ്പോൾ ഒരു ദൈവമതിന്റെ ഹൃദയം തുറന്നാൽ വാസ്തവത്തിൽ തുറക്കുന്നത് ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടിയാണ് തുറക്കുന്നത്. അവൾ പറഞ്ഞത് എന്താണ്? എന്നെ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ചീറ്റിംഗ് ലൈഫ് അല്ല. അവൾ പറയുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതം ഒരു വിശ്വസ്തതയുടെ ജീവിതമാണ്, കലർപ്പില്ലാത്ത ഒരു ജീവിതമാണ്, കളങ്കമേൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ്, ഭക്തി നിറഞ്ഞ ഒരു ജീവിതമാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, വേലയുടെ ഉത്തരവാദിത്വം ദൈവം എന്നിലൂടെ കണ്ടതിനാൽ അവൻ പട്ടണത്തിൽ നിന്ന് ഫിലിപ്പിയ പട്ടണത്തിലേക്ക് എന്റെ ദൈവം എന്നെ കൊണ്ട് നട്ടനാണ്. നമുക്ക് ഒരു പ്ലാനും പദ്ധതിയില്ലാതെ ഇരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചിലരേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പറിച്ചെറിഞ്ഞ് ചിലർക്ക് കൊണ്ടുവന്നു നടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ സമാധാനത്തോട് പുല്ലൂർ ടൗണിൽ ലക്ഷറി ടാക്സ് കൊടുക്കുന്ന വീട്ടിൽ താമസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് കർത്താവ് വീട് വെച്ച് സുവിശേഷ വേല ചെയ്യാൻ എനിക്കൊരു നിയോഗം ഉണ്ടായത്. സ്തോത്രം. ഈ ടൗണിൽ വന്ന് അമേൻ മിഷണറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാനും, സ്തോത്രം, ഇവിടെ പാർത്തുകൊണ്ട് വേല ചെയ്യണമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ വന്ന് പാർക്കുക ഫ്ളാറ്റിൽ. സ്തോത്രം. ഞങ്ങളെല്ലാം എന്നോട് പറയാണ്ട് രാജ്പാസ് ഫ്ളാറ്റ് ആയിരുന്നു. മണ്ടന്മാര് ഇവിടുത്തെ പാട്ടവണ്ടിയും ഒരു കാറ്റിനും കുലുക്കിനും ഇല്ലാത്ത കെട്ടിടവുമല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം കൊടുക്ക എന്ന് പറഞ്ഞാൽ തടയാൻ ആർക്ക് പറ്റും? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ അത്യുന്നതനായവൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് അതിന്റെ കണക്കറിയത്തില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് അതിന്റെ കണക്കറിയാം. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. പ്രതീക്ഷയുള്ളവർ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. അവൾ തീരുമാനമെടുത്തു, പ്രതിഷ്ഠയെടുത്തു. ആ വീട്ടിൽ പാർത്തുകൊണ്ട് പൗലോസും ശീലാസും കർത്താവിന്റെ വേല ചെയ്യുകയാണ്. അവർ പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകളോട് ദൈവവചനം പങ്കുവയ്ക്കാൻ പ്ലാൻ ചെയ്ത് ദേശം ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു യൗവനക്കാരത്തിയായ പെങ്കൊച്ച്. ആ നാട്ടിൽ എല്ലാ ആളുകളെയും ഭാവി അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിന്റെ അടുത്ത് പോകണം. നല്ല ഡോക്ടർമാർ 4-5 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും, വല്ലപ്പോഴേ വരും. കാരണം അവരുടെ പേര് വന്നാൽ മതി, ആ പേരിന്റെ വലത്തേ സൈഡിലുള്ള ഡിഗ്രിയുടെ വലിപ്പം അനുസരിച്ച് ആളിടിച്ചു കയറും. സ്തോത്രം. അങ്ങനെ പല കമ്പനികൾക്ക് ഇവിടെ സമയം കൊടുത്തിരിക്കുക. പക്ഷേ ആ പട്ടണത്തിലുള്ള ആർക്കും പൗലോസിനെ ശീലാസിനെ അറിയത്തില്ല. പക്ഷേ ഈ സഹോദരിക്കറിയാം. ആരും പരിചയപ്പെടുത്തില്ല. അല്ല, അവളിൽ അധിവസിക്കുന്ന ദുരാത്മാവ് ഇവരെ മനസ്സിലാക്കി. നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന് നിനക്കറിയത്തില്ല, നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷേ പിശാചിനറിയാം. നിന്റെ തലമേലുള്ള അഭിഷേകം ഒറിജിനൽ ആണെങ്കിൽ നീ ആരാണെന്ന് സാത്താനും വിളിച്ചുപോയി. എനിക്ക് വളരെ ഫലിതമായിട്ട് തോന്നിയ ഒരു കാര്യം, സാത്താൻ മോൾക്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണ്. പക്ഷെ ചില സമയത്ത് അവൻ സത്യം പറയും. എന്താണെന്നറിയാമോ? അതവന്റെ ഒരു വലിയ തന്ത്രം. ഈ സഹോദരി പട്ടണത്തിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഇതോ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. അപ്പൊ സാത്താൻ ഒരു കാര്യം ഉറപ്പുണ്ട്, അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. ഹലോ, സ്വന്തം നേരിലല്ലോ നിങ്ങൾ. മധ്യപ്രദേശിലെ ആഭിചാരത്താൽ കാളി ശക്തി വലിച്ചിരുന്ന അദ്ദേഹം ഒരിക്കൽ നിത്യജീവൻ എന്നുള്ള ഒരു ട്രാക്ട് കൈ കിട്ടി. ആ ട്രാക്ട് തന്റെ ശരീരത്തെ മനസ്സിനെ പിടിച്ചു കുലുക്കി. രാത്രിയിൽ അവൻ കാളി ശക്തി വന്ന് പ്രത്യക്ഷപ്പെട്ടോട് ചോദിച്ചു, നിനക്ക് സ്വർണം വേണോ, പണം വേണോ, ഇനി എന്ത് സ്ഥാനമാനം വേണമെന്ന് ചോദിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞാ പറയുന്നത്, എനിക്ക് നിത്യജീവൻ തരാൻ പറ്റുമോ? അപ്പൊ ഭൂതശക്തി അനങ്ങുന്നില്ല. പണവും സമ്പത്തും ദാനം ചെയ്തപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിനക്ക് നിത്യജീവൻ തരാൻ പറ്റുമോ?
അപ്പോൾ ഭൂതാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ്, തന്റെ പൂജാമുറിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതെനിക്ക് തരാൻ പറ്റില്ല, എന്റെ മുകളിൽ അധികാരമുള്ള ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അതാരാണ്? ഏറെ നേരം മൗനമായിരുന്നപ്പോൾ താൻ അധികാരത്തോട് ചോദിച്ചു, അത് പറയാതെ ഈ മുറിയിൽ നിന്ന് നിന്നെ പുറത്തുവിടില്ല. അപ്പോൾ പറഞ്ഞു, അത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്, നിത്യജീവന്റെ അനുഭവം. ഇന്ന് രാത്രി ലോകത്തിന്റെ ഏത് ഇരുട്ടിന്റെ അധികാരം നിന്റെ പിറകെ പോരാടിയാലും നിന്നെ വീണ്ടെടുത്ത ദൈവവചനത്തിന്റെ ശക്തിയുടെ നിന്റെ മേൽ അധിവസിക്കുന്നിടത്ത് സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ആത്മനിർഭരോടെ ദൈവത്തെ മകനപ്പെടുത്ത്. ഇന്ന് രാത്രി നീ ഭയപ്പെടുക ഇരുട്ടിന്റെ അധികാരങ്ങൾ ഈ രാത്രി വഴിമാറുന്ന രാത്രിയായി തീരത്ത്. ഓ വിടുവിക്കുന്നവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത പറഞ്ഞെന്താന്ന്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അപ്പോൾ സാത്താനും പറയുന്നത് നാട്ടുകാരെ നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷയുടെ ഒരു മാർഗമുണ്ട്, അത് നിങ്ങളെ അറിയിക്കുന്നവരാണ്. പൗലോസിന് തന്ത്രം മനസ്സിലായി. നിങ്ങൾ ക്ഷമിക്കണേ, ഇങ്ങനെ ദൂത് പറയുന്ന ഒരു സഹോദരി നമ്മുടെ ചർച്ചിലുണ്ടെങ്കിൽ സഹോദരിമാരുടെ കൂട്ടായ്മയുടെ ലീഡർ ആക്കിയതല്ലേ പറഞ്ഞല്ലേ, നല്ല ആത്മാവുള്ളവരാകട്ടെ. പക്ഷേ ഇവിടെ അതല്ല വിഷയം. പല ദിവസമായി പൗലോസിന് അറിയാൻ തൊട്ടാ മെനക്കേടാ, പക്ഷെ തൊടാതിരിക്കാൻ പറ്റില്ല. പല ദിവസങ്ങളായി പറഞ്ഞിട്ട് മുഷിഞ്ഞിട്ട് അവളിലുള്ള ഭൂതത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, അവളെ വിട്ടുപോ. ആ നിമിഷത്തിൽ അത് പോയി. നിന്റെ നാവ് ആത്മനിയോഗമുള്ളതാണെങ്കിൽ, നീ ദർശനം പ്രാപിച്ചവളാണെങ്കിൽ, നിന്റെ തലമുറയെ ഏതിരുട്ടിന്റെ അധികാരത്തിലിട്ട് പൂട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആത്മാവിൽ നീ കൽപ്പിക്കുന്ന നിന്റെ കൽപ്പനാശക്തമുണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ആ ഇരുട്ടിരിക്കാൻ പറ്റില്ല. ഇതിലേക്ക് പ്രാർത്ഥിക്കുന്ന നിലവിൽ പകരപ്പെടുന്ന അധികാരം, ഉപവസിക്കുന്ന നിലവിൽ പകരപ്പെടുന്ന അധികാരം, അവൻ ആത്മദാനമുള്ള നിനക്ക് ലഭിക്കുന്ന ദർശനം. തങ്ങളുടെ യജമാനന്മാരുടെ ലാഭം പോയി എന്ന് കണ്ടപ്പോൾ പൗലോസിനെ അവർ പിടിച്ചു, ശീലാസിനെ അവർ പിടിച്ചു. പട്ടണം മുഴുവൻ ഇളകി. പ്രാർത്ഥനയോടിരിക്കണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. അവരെന്ത് ചെയ്തു? അവൻ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഉപദേശം കൊണ്ട് ഇവർ പട്ടണം ചുറ്റുകയാണ്. സ്തോത്രം. നിയമം അനുവദിക്കുന്നില്ല അവിടെ വചനം പറയാൻ. പക്ഷേ ഇത് കേട്ട മജിസ്ട്രേറ്റ് അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. കോലിനാൽ അടിക്കുവാൻ കൽപ്പിച്ചു. കൽപ്പന കർക്കശമായിരുന്നത് കൊണ്ട് മജിസ്ട്രേറ്റിന്റെ പ്രസാദത്തിനൊത്തവണ്ണം അവരെ വളരെ അടുപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കുന്ന മറുവശത്തെ ഒരു ദൂതുണ്ട്. പൗലോസും ശീലാസും റോമൻ പൗരന്മാരാണ്. ഒരു റോമൻ പൗരന്മാരെ വിസ്താരം കൂടാതെ തല്ലുവാൻ റോമൻ നിയമം അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ അടികൊള്ളുമ്പോൾ ഞങ്ങൾ റോമൻ പൗരന്മാരാണെന്നൊരു വാക്കു പറഞ്ഞാൽ അടി ആ നിമിഷം നോക്കും. എന്നാൽ നിയമം അവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുമ്പോഴും യേശുക്രിസ്തുവിന് വേണ്ടി ശരീരമേൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് ദൈവാത്മാവിന്റെ രാത്രി ചിലത് നിനക്ക് വേണ്ടി ചെയ്യുന്ന രാത്രിയാണ്. നിന്നെ ഉരുട്ടിക്കളയുന്നെങ്കിൽ കാലിന്റെ അനുഭവം ഈ രാത്രി ദൈവാത്മാവ് തരാൻ കഴിയ ദൈവത്തിന് അങ്ങോട്ട് ദൈവത്തെ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനോട് ഇവരെ സൂക്ഷ്മത്തോടെ കാക്കണം. കാരണം ബിസിനസ് സെന്ററുകൾ മുഴുവൻ പൂട്ടി. പൗലോസിന്റെ മണ്ടയിൽ വ്യാപരിച്ച ആത്മാവിന്റെ അധികാരം എന്താണെന്ന് പട്ടണത്തിന് അറിയത്തില്ല. അത് തിരിച്ചറിയാനുള്ള നാഴികയായി വരാൻ പോകുന്നത് പൗലോസ് ആത്മാവിൽ കണ്ടു. ഒരു സമയത്ത് നീ ദേശത്ത് നിന്ദിക്കപ്പെട്ടാൽ, പരിഹസിക്കപ്പെട്ടാൽ, ഒറ്റപ്പെട്ടാൽ, തള്ളപ്പെട്ടാൽ, ദൂഷിക്കപ്പെട്ടാൽ, എന്നാൽ നിന്നെ മാനിക്കുന്നവർ നാഴിക, നിന്നെ ആദരിക്കുന്നവർ നിന്നെ മാനിക്കാൻ
ആകയാൽ ജയിലിലിട്ടെന്നല്ല, അകത്തിട്ടു. അകത്തെ തടവിലാക്കി അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ശ്രദ്ധിക്കണേ, പരസ്യമായി അവരെ പരസ്യകോലമാക്കി. ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് നീ പരസ്യകോലമായി പോയെങ്കിലും എന്റെ ദൈവം നിന്നെ ആദരിപ്പാൻ ഒരു സമയമായിരിക്കും. ഈ അഭിഷേകം പ്രാപിച്ചതാണ് എനിക്ക് കോടാലിയായതെന്ന് ചില ആളുകൾ അറിഞ്ഞറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നിന്റെ വഴിയാക്കുവാൻ ഈ അഭിഷേകത്തിന് പദ്ധതിയുണ്ട്. കാമത്തിലിട്ട് പൂട്ടി. പട്ടണം മുഴുവൻ ഇളകിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പട്ടാളക്കാർ മുഴുവൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. അവൻ ആളുകൾ അന്വേഷിക്കുമ്പോൾ എവിടെയാണ് ഇവരെ പാർപ്പിച്ചതെന്ന് എൻക്വയറി ഇട്ടാൽ ലുദിയയുടെ വീട്ടിലാണ്. സ്തോത്ര. അവിടെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലെന്നൊന്നും ലുദിയയുടെ വീട്ടുകാർ പറഞ്ഞില്ല. പൗലോസ് നീ പൊക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നാ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കാഴ്ചപ്പാടുള്ള അഭിഷിക്തന്മാർക്കും ദൈവജനത്തിനും ഒരു വിഷയം വരുമ്പോൾ ചേരി തിരിഞ്ഞു മാറി നിൽക്കുകയല്ല, ഏകം മനസ്സോടെ സംഘടിച്ചുകൊണ്ട് ആത്മാവിൽ ഒരുവെപ്പെട്ടുകൊണ്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ശ്രദ്ധയോടെ ആരാധിക്കുമ്പോൾ ദേശത്തിന്റെ നിന്ന ദൈവം സന്തോഷത്തോടെ ദൈവത്തിന് ആർപ്പെട്ട് മകത്തപ്പെടുകയാണ്. ദൈവം നമുക്ക് അനുകൂലങ്ങൾ പ്രതികൂലം ആരെ അവരുടെ സൈന്യമെന്ന നേരെ പാളയമിറങ്ങിയാൽ എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയനായിരിക്കും വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയട്ടെ. ഭൂതം വിട്ടുപോയ സഹോദരി മിക്കവാറും ലുദിയയുടെ വീട്ടിലെത്തിക്കാണും. ഒരു ആത്മാവ് അവളെ വിട്ടു മാറിയപ്പോൾ ആത്മനിറവുള്ള വീട്ടിലേക്ക് അവളെ ദൈവാത്മാവ് നയിച്ചു കാണും. സ്തോത്രം. ഇന്ന് രാത്രി എന്റെ കുഞ്ഞിന് മാത്രം വിടുതലില്ലയോ കർത്താവ്? എത്ര പറഞ്ഞിട്ടും കീഴടങ്ങുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന ഭാരത്തോടെ ആരെങ്കിലും ഇവിടെ രാത്രി ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിന് പറയാനുള്ളത്, നീ പ്രാപിച്ച അഭിഷേകത്തിൽ നീ ആരാധിച്ചു തുടങ്ങുക. നീ പ്രാപിച്ച അഭിഷേകത്തിൽ പാടി തുടങ്ങുക. നീ പ്രാപിച്ച അഭിഷേകത്തിൽ കുടിച്ചു തുടങ്ങുക. നിന്റെ വിടുതൽ ദൂരത്തിലല്ല, നിന്റെ വിടുതൽ ദൂരത്തിലല്ല. കാരാഗ്രഹം സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുക. സ്തോത്രം. നിങ്ങൾ ഭാവനയിൽ ഒന്ന് കണ്ടേ, യഹൂദന് 3 വിധ വസ്ത്രമാണ് ധരിക്കുന്നത്. തന്റെ വസ്ത്രവും ഉള്ളങ്കിയും മേലങ്കിയും അവർ വലിച്ചു കീറിക്കളഞ്ഞിരിക്കുകയാണ്. കോടതിയിൽ റിമാൻഡ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാന്യമായ വസ്ത്രം ഇട്ടാക്കും. എന്നാൽ അറസ്റ്റ് ചെയ്തിട്ട് അകത്ത് കൊണ്ടുപോകുമ്പോൾ സബ് ഇൻസ്പെക്ടർ അവന്റെ അടിവസ്ത്രം ഒരെണ്ണം വെച്ചു ബാക്കി മുഴുവൻ ഊരിയ ചാണ് അവന് പോലും ഇല്ലാതെ അകത്ത് സെല്ലിൽ അടച്ചിടുന്നത്. സ്തോത്രം. സ്തോത്രം. കപ്പലുകളുടെ ഉടമ, പല ഡോക്ടറേറ്റിന്റെ ഉടമ, വിവിധ ഭാഷാ പണ്ഡിതനായ പൗലോസ് മുൻപാരായിരുന്നു. ആ ഫിലിപ്പി പട്ടണത്തിൽ പൗലോസ് ഒരു വാക്ക് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് വരെ സല്യൂട്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദർശനമേറ്റ് കഴിഞ്ഞപ്പോൾ തന്റെ അംഗീകാരങ്ങളെ മുഴുവൻ ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന ചുമക്കുമാറാണ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സാന്നിധ്യം വെളിപ്പെട്ടത്. ശരീരം മുഴുവൻ തല്ലിച്ചതച്ച് മുറിവുകളാണ്. സ്തോത്രം. ഒരു നേരത്തെ ആഹാരമോ ഒരു തുള്ളി വെള്ളമോ അവർ കുടിച്ചിട്ടില്ല. സ്തോത്രം. 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 ചില ഭവനങ്ങളിൽ അവർ പട്ടിണിയിട്ട് സ്തോത്രം നിന്നെ കൊന്നാലും നിന്നെ വിടത്തില്ലെന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരു വീട്ടിൽ 3 ആഴ്ച ഒരു കൊച്ചിനെ പട്ടിണിയിട്ടു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ച് വീപ്പക്കുറ്റി പോലെ വണ്ണം വെച്ചു. സ്തോത്രം. ഇടി നിനക്ക് വെള്ളം തരാതിരുന്നാലും നിന്നെ പട്ടിണിയിട്ടാലും സ്തോത്രം. ഏറെ പെന്തിക്കോസുകാര് വണ്ണം വെക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയണം, കർത്താവ് കണ്ടവരെ പൂട്ടിയിട്ടാൽ അവിടെ അവൻ വളരും, അവിടെ അവൻ ഉയരും, അവിടെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. അർദ്ധരാത്രിയിൽ മുറിവുകൾ നിറഞ്ഞിരിക്കുമ്പോഴും
പൗലോസിന് ശീലാസിന് ഒരു നിയോഗം എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കണം. തല്ലുകൊണ്ടപ്പോൾ ശീലാസ് പറഞ്ഞില്ല, ഇവിടെ ദർശനം ഒന്നുകൂടെ വെച്ച് പ്രാർത്ഥിച്ചു പോരായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഒരുവൻ നിമിത്തം ഉണ്ടായ ദർശനത്തോട് ചേർന്ന് കഷ്ടതയിൽ സ്തോത്രം പറഞ്ഞപ്പോൾ സ്തോത്രം പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പുതിയ നിയമത്തിലെ ആരാധനയുടെ ക്രമം അവിടെയാണ് നമ്മൾ കാണുന്നത്. ആദ്യം പ്രാർത്ഥിക്കുന്നു, പിന്നെ പാടുന്നു, പിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവരോട് നമുക്ക് ചോദിക്കാം, പൗലോസേ നീ എന്തിനാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്? അവർ പറയാറുണ്ടത് ദർശനം എന്നോട് പറയുന്നു പ്രാർത്ഥിച്ചോളാൻ. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിന്റെ നിയമത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഞങ്ങളെ തല്ലാൻ പറ്റും, ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കൂച്ചുവിലങ്ങിടാൻ പറ്റും, ആമത്തിലിട്ട് ബന്ധിക്കാൻ പറ്റും. പക്ഷെ ദർശനം തന്നവൻ ഞങ്ങളുടെ തലയിൽ നിറച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതിന് വിലങ്ങില്ല, വചനത്തിന് ബന്ധനമില്ല, വചനത്തിന് ബന്ധനമില്ല. ദർശനമുള്ളവന് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല, ദർശനമുള്ളവന് പാടാതിരിക്കാൻ പറ്റില്ല, ദർശനമുള്ളവന് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി നീ കൂട്ടിയിരുന്ന ഒരു പ്രവൃത്തി കാണില്ല. ഈ രാത്രി ആത്മാവില്ലെന്ന് അഭിഷേകം പ്രാപിച്ചത് ആത്മാവില്ലെന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. പൗലോസും ശീലാസും അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ പാടുകയാണ്, അവർ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. പൗലോസേ നീ പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഈ അകത്ത് കിട്ടിയത് പോലായോ? ഹലോ, നിനക്ക് കിട്ടിയത് പോലായോ? എന്റെ മൂത്ത സഹോദരന്റെ കവിളിന് തള്ളിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ ഇനി നീ പെന്തിക്കോസിൽ പോകുകയാന്ന് പറഞ്ഞു തീരുന്നവരെ ഞാൻ നിന്നെ തല്ലും. അപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞു, എത്ര പേരേലും തല്ലിക്കോ, എന്റെ മുട്ടുകൊണ്ട് ഞാൻ അച്ചാത്തിനെ നേടും. സ്തോത്രം. 7 രാജ്യക്കാർ ഒരുമിച്ച് കൂടിയ ഒരു യോഗത്തിൽ ഞങ്ങളൊരു രാജ്യത്ത് കൺവെൻഷനായി ചെന്നപ്പോൾ അവിടെയുള്ള സംഘാടകർ പറഞ്ഞു, പക്ഷെ ഷാജി മാത്യുവിനും പ്രസംഗിക്കുന്നതിന് മുമ്പ് രാജമൃഗന് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കണം. സ്തോത്ര, സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ മുഖം വാടും എന്ന് പിശാച് വാദിക്കുമ്പോൾ സ്വർഗം പറയാനുള്ളത് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം എന്റെ ദിനം ഒരു നാൾ ലജ്ജിച്ചു പോകുമ്പോൾ ഞാൻ സമ്മതിക്കേണ്ട പറഞ്ഞ ദൈവം പർവ്വതങ്ങൾ മാറിപ്പോകും, പോകും. എന്റെ ദൈവത്തിനെ വിട്ടുമാറുകയില്ല. ഒരമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമോ? പ്രസവിച്ച കുഞ്ഞിനോട് കൈകഴിക്കുമോ? അവർ മറന്നു കളഞ്ഞാൽ ഞാൻ മറക്കുകയില്ല. അവർ പാടുകയാണ്, അവർ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. എന്താ പൗലോസ് നീ ഇത് ചെയ്യുന്നത്? പൗലോസിന് പറയാനുള്ളത്, എന്റെ ജീവിതം മജിസ്ട്രേറ്റ് വസ്ത്രം മറിച്ചുരിഞ്ഞ് കോലിനാൽ അടിച്ച് തല്ലിച്ചതച്ചിട്ടിരിക്കുക. പക്ഷെ ഈ ജയിലിനാകുകൊണ്ട് എന്റെ ജീവൻ തീർത്തില്ല. നിനക്കെങ്ങനെ അറിയാം? എന്നെ വിളിച്ച ദൈവം പറഞ്ഞു, പൗലോസേ നീ രാജാക്കന്മാരുടെ മുമ്പാകെയും ഹല്ലേലൂയ അത് പ്രഭുക്കന്മാരുടെ മുമ്പാകെയും സകല ദേശക്കാരുടെ മുമ്പാകെയും നിൽക്കേണ്ടതിന് ഞാൻ തെരഞ്ഞെടുത്തൊരു പാത്രമാണ്. സ്തോത്രം. അപ്പോൾ അകത്ത് കിടക്കുന്നവൻ പുറത്തു വരണമെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയുടെ റെക്കമെൻഡേഷനിൽ പുറത്തു വരത്തില്ല, നേരിട്ട് ദൈവം ഇടപെടണം. നാം നിന്റെ ആരാധന പൂട്ടുവാൻ, നിന്റെ സ്തോത്രം പൂട്ടുവാൻ, നിന്റെ സ്തുതി പൂട്ടുവാൻ, നിന്റെ പാട്ട് പൂട്ടുവാൻ ഈ ലോകത്തിന് കഴിയും. എന്നാൽ അവരുടെ മുഴുവൻ പൂട്ടഴിക്കുന്ന ഒരു മന്ത്രം ഇന്ന് രാത്രിയെ പറയാ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള ധാമത്തിൽ ഈ ആത്മാവിൽ നിറയുമോ, ഈ ആത്മാവിൽ ആരാധിക്കുമോ, ഈ സ്തുതിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ അധിപതികളുടെ നിയമം അവരുടെ ഇടിപ്പൂട്ടിലിരിക്കുന്ന സകല ചങ്ങലകളുടെയും പൂട്ടിന്റെ ചാവിയും ഇടിപ്പൂട്ടിലിരിക്കുമ്പോൾ ആരുടെയും താക്കോല് വേണ്ടാത്തൊരുവൻ, ദാവീദിന്റെ വേരും അന്ന് താക്കോലുമായവൻ സ്വർഗത്തിൽ നിന്നും നിന്നെ പൂട്ടഴിച്ചാൽ എത്ര പേർക്ക് രാത്രി സന്തോഷമുണ്ട്? ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ഡോക്ടറെ കാണാൻ 5-6 മണിക്കൂർ വീടി കുറ്റി മാറ്റിയിട്ടാണ് പേപ്പർ എഴുതുന്നത്. നമ്മൾ ക്യൂ ഇരിക്കത്തില്ലയോ? ഇന്ന് രാത്രി നിന്റെ ജീവനുള്ള ദൈവം ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുക, നിന്റെ തലമുറയെ വിടുവിക്കുക, നിന്റെ സ്ഥിതി മാറ്റുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാ. ഈ രാത്രി അവന്റെ അഭിഷേകം ഈ മുറ്റത്ത് വെളിപ്പെടുകയാണ്.
അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇവിടെ കാരാഗ്രഹ പ്രമാണി സുഖമായിട്ട് ഉറങ്ങുക. കാരണം ഇവരെ തല്ലിയതിന്റെ ക്ഷീണം പുള്ളിക്കായിരുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, പുതയ്ക്കാനൊരു പുതപ്പില്ല, ഉടുക്കാനൊരു തുണിയില്ല. അപ്പോഴാ പാട്ട് വന്നത്. കേൾക്കാമോ? നിങ്ങൾ പെണങ്ങല്ലേ? പണ്ട് മാറി ഉടുക്കാൻ തുണിയില്ലാതിരുന്നപ്പോൾ പ്രാർത്ഥന ഉണ്ടായിരുന്നു. മാറി കഴിക്കാൻ ആഹാരമില്ലാതിരുന്നപ്പോൾ അന്ന് സ്തോത്രം ഉണ്ടായിരുന്നു. അന്ന് ചോർന്നൊലിച്ച വീട് നക്ഷത്രം കാണുന്ന ചെറ്റപ്പടിക്കകത്ത് കടന്നപ്പോൾ സ്തുതിയും സ്തോത്രവും ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥിതി മാറ്റിയപ്പോൾ സ്തോത്രം ഔട്ടായി, പാട്ട് ഔട്ടായി, സ്തോത്രം ഹല്ലേലൂയ, പ്രാർത്ഥന ഔട്ടായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആളുകളെ കുരിശരിയിൽ പൈസ ഇട്ടേച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ അവിടെ ഇവിടെ മെയിൽ അയച്ച് വിഷയം പറയും. അല്ല, ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് നൂറ് പറയാനുണ്ട്. നിന്റെ ബാല്യകാലത്തിൽ ദൈവം നിന്നെ നടത്തിയ നാളുകളിൽ ദൈവത്തോടുണ്ടായ ഭക്തി, ആത്മാർത്ഥത, ഇന്ന് രാത്രി ഉള്ളവർ ദൈവത്തെ സ്തുതിക്കാത്ത ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുന്നത് അധികം ആകത്തില്ല കേട്ടോ. നന്ദിയുള്ളവർക്ക് സ്തോത്രം പറഞ്ഞേ ഒക്കെയുള്ളൂ. അവൻ ദൈവത്തോട് കൂടുതലുള്ളവരെ പാടിയേ, അവൻ ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവര് സ്തുതിച്ചേ ഒക്കത്തുള്ളൂ. പണ്ടൊരു അമ്മച്ചിയോടെ യോഗത്തിൽ പോയി രക്ഷിക്കപ്പെട്ട അമ്മച്ചി ഇടയ്ക്കിടവകയിൽ പോകേണ്ട വന്നു. അപ്പൊ അമ്മച്ചി ഏത് കാര്യം കേട്ടാലും അമ്മച്ചി ദൈവത്തെ സ്തുതിക്കും. സ്തോത്ര. അപ്പോൾ ഒരു ദിവസം അമ്മച്ചിയോട് വീട്ടിൽ വന്നപ്പോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാ ഞാൻ വായിച്ചിട്ടുള്ളത്, അമ്മച്ചി പള്ളി വരുമ്പോ മാത്രം ഉച്ചത്തിൽ അമ്മച്ചി എന്ത് ചെയ്യരുത്? സ്തോത്രവും സ്തുതിയൊന്നും പറയരുത്. കുർബാനക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്തുതിയും സ്തോത്രവും മാഞ്ഞു പോകാതെ വന്നിട്ട് ഇടവിടാതെ അർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. ഈ ഇടവിടാതെ പറയണമെന്ന കുർബാനക്രമത്തിലെങ്കിലും പറഞ്ഞാൽ കുറ്റമാണ്. എന്നാൽ ഇടവിടാതെ പറയാൻ വിളിക്കപ്പെട്ട നമ്മള് ഒരു സ്തോത്രത്തിൽ അങ്ങ് നിർത്തരുത്. സ്തോത്ര സന്തോഷത്തോടെ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ അമ്മയോട് വേദവാക്യങ്ങളൊക്കെ വിവരിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഈ വായിച്ചത്. അമ്മച്ചി ഈ ചെങ്കടലിലെ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അത് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്താണ് ഈ ഇസ്രായേൽ മക്കളുടെ പുറകെ വന്ന മിസ്രൈമ്യ സൈന്യത്തെ മുക്കിക്കൊന്നത്. അപ്പം വേലി കയറുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? അങ്ങ് പോയി വേലി ഇറങ്ങുന്ന സമയത്ത് ഇവരെ മുക്കും. അപ്പം അതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു, മുട്ടിന്റെ താഴെയുള്ള വെള്ളമേ ഉള്ളായിരുന്നു. അപ്പൊ അമ്മച്ചി ആത്മാവിൽ ശ്രമിച്ചു, എന്റെ ദൈവത്തെ വലിയ മുട്ടപ്പുള്ള വെള്ളത്തിനകത്ത് ഇവരെ മുഴുവൻ മുക്കിക്കൊള്ളുന്ന ദൈവം അല്ല. ദൈവങ്ങളെ, ഏത് ദുരുപദേശം കൊണ്ടും ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ നിയോഗം ലഭിച്ചവരെ കൂട്ടിയിടാൻ പറ്റില്ല കേട്ടോ. അവിടെ അവനൊരു വഴിയൊന്ന് സ്തോത്രം ചെയ്യാം. ആ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെ സ്തോത്രം മുട്ടി വരികയാ, സ്തുതി മുട്ടി വരിക. പക്ഷേ ചെരുപ്പ് വാങ്ങി തരാമെന്നുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ അമ്മച്ചി ഇങ്ങനെ വീർപ്പ് മുട്ടി പല കാര്യങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. വീർപ്പ് മുട്ടിയപ്പോ അമ്മച്ചി ഒറ്റ വിളിക്ക് വിളിച്ചു പറഞ്ഞു, അച്ഛൻ ചെരുപ്പ് തന്നില്ലേ വന്നിരിക്കുക. തൽക്കാല ലാഭത്തിന് വേണ്ടി നിന്റെ വിശുദ്ധിയും വിശ്വാസവും പ്രമാണവും ഭക്തിയും ത്യജിച്ചിട്ട് ലാഭത്തിന് വേണ്ടി പോകുന്ന മാർഗമല്ല ഇത്. ഈ ലോകത്തിലുള്ള ചപ്പം കവറാൻ വേണ്ടിയിട്ട് തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കുന്ന മാർഗമാണിത്. ഇവിടുത്തെ ഉള്ളതിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദർശനം. തുരുമ്പടിക്കാത്തതായ നിത്യതയിൽ നിക്ഷേപം ലഭിക്കുന്നവർക്കായി ആ കാഴ്ചപ്പാടുള്ളവർ കരകളെ ഉയർത്തി തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. ശ്രദ്ധിക്കണേ, സ്തോത്രം. സാധാരണ ഭൂകമ്പങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇവിടുത്തെ ഭൂകമ്പം ഒരു നാശം ഉണ്ടാക്കിയില്ല, ഒരു നഷ്ടം ഉണ്ടാക്കിയില്ല. ഈ ഭൂകമ്പത്തിൽ ഒരു സംഭവം നടന്നു. എന്താ? പ്രധാനമായിട്ട് സ്തോത്രം, ഈ കാരാഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും ദൈവം തമ്പുരാൻ തുറന്നു. ശ്രദ്ധിക്കണേ, അവിടെ ചങ്ങലകൾ ബന്ധിച്ചിട്ടിരുന്ന സകല തടവുകാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്തോത്രം. ദൈവമക്കളെ, ഓൾ നൈറ്റിനൊക്കെ പണ്ട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് പറയുന്നവരാ. സ്തോത്രം. ഇതെന്താണ്? ഇതൊക്കെ ഒരു ദർശനമാണ് കേട്ടോ. കാഴ്ചപ്പാടില്ലാത്ത 1000 പേര് വന്നിരുന്ന് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത്
ദർശനമുള്ള രണ്ടുപേരിരുന്ന് കരയുന്നതാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിന്റെ ജനത്തിന്റെ സുഖം മാറ്റിവെച്ചിട്ട് ആത്മാവിലൊന്ന് ചട്ടകൂട്ടം എഴുന്നേറ്റ് അവയെ എന്തുകൊണ്ടാ രോഗാത്മാവ് നിന്നെ കാർന്നു തരുന്നത്? നീ ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ കിഡ്നിയുള്ള മനുഷ്യനായി ഇന്ന് പ്രസംഗിക്കുന്നത്. ഒരു കിഡ്നി 10 സർജറി കഴിഞ്ഞ ശരീരമായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെ അവ നീര് വെച്ച് കിടക്കും, അത് വേറൊരു കാര്യം. പക്ഷെ എനിക്കൊരു വെളിപ്പാടുണ്ട്. ഇത് പറയുന്നത് കേൾക്കാനല്ല എന്നെ വിളിച്ചത്. അകത്തൊരു ഷാജി മാറ്റിയുടെ മുന്നിൽ പോട്ടെ, അതാണ് എന്റെ വിജയം. ഇന്ന് രാത്രി നിന്റെ ദേഹം പറയും നീ ആരാധിക്കണ്ട, നീ സ്തുതിക്കണ്ട, സ്റ്റൈലിൽ ഇരുന്നോണം. എന്നാൽ തമ്പുരാൻ പറയാനുള്ളത്, നിന്റെ അകത്തെ ആത്മ മനുഷ്യൻ പൂർണ്ണ ശക്തിയോട് ബലം പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ച നിന്റെ പണത്തിന് രക്ഷിക്കാൻ കഴിയാത്തത്, നിന്റെ പിടിപാടിനെ രക്ഷിക്കാൻ കഴിയാത്തത്, നിന്റെ റെക്കമെന്റിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒന്നത്, അത് ഉയരത്തിലെ ആത്മശക്തിയാൽ വെളിപ്പെടുന്ന വിടുതല. അപ്പൊ നിന്റെ പാട്ട് പൂട്ടടിക്കും അല്ലേ? സ്തോത്രം പറയാമോ? നിന്റെ പ്രാർത്ഥന നിന്റെ പൂട്ടടിക്കും അല്ലേ? അപ്പൊ ഇന്ന് രാത്രി നിന്റെ വിടുതലിന് വേണ്ടി വേറൊരു പ്രവാചകം വരണ്ട. നീ ആരാധിച്ചു തുടങ്ങിയാൽ ഇവിടെ അടിഞ്ഞു പോകുന്നുള്ളൂ. നീ സ്തുതിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി നീ സ്വതന്ത്രയായ പോകുന്നത്. ഇന്ന് രാത്രി നീ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബലവാൻ കെട്ടിയ പൂട്ടാണെങ്കിലും അത് അഴിഞ്ഞേ മതിയാകുള്ളൂ. കാരാഗ്രഹത്തിന്റെ വാതിൽ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്കും പാട്ടിനും സ്തുതിക്കും തുറന്നെല്ലാ കൂച്ചുവലങ്ങും അഴിച്ച് സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ തമ്പുരാന്റെ ആത്മാവിന്റെ നിറവേറ്റെടുത്ത നിനക്ക് നിയമത്തിന്റെ മുമ്പിൽ നിന്റെ പാട്ട് നിർത്തരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് ഭരണകൂടം ആത്മാവിന്റെ ആരാധനയ്ക്കെതിരെ എഴുന്നേറ്റ് രാജ്യത്ത് നിയമം ഉണ്ടാക്കിയാലും ഞാൻ ആത്മാവിൽ വിളിച്ചൊരു ദൂത് പറയാം. ആമേൻ. സാമ്രാട്ടുകൾ ഓരോരുത്തരായി ആമേൻ കുന്തം കൊണ്ടും തോക്കുകൊണ്ടും വാളുകൊണ്ടും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് കൈയടക്കി വെച്ചു. അവരെല്ലാവരും ഈ മാർഗത്തെ അടിച്ചുടയ്ക്കാൻ ശ്രമിച്ചു. അവരെല്ലാം മൺമറഞ്ഞു. ഇതോ തന്റെ മാർഗമോ ലോകം മുഴുവൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ നിന്നു പോകുന്നു, ദൈവികമെങ്കിൽ ഇത് തകർക്കാൻ ആർക്കും പറ്റില്ല. വചനം പറയുന്നത് എന്താണ്? സ്തോത്രം. തല്ലിച്ചതച്ച കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സ്തോത്രം. ഒരിക്കൽ ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് ആൻഡമാൻസിൽ വെച്ച് എന്നെ എന്റെ ഒരു സ്നേഹിതനെ അറസ്റ്റ് ചെയ്തു. പിറ്റേ 3 ദിവസം അവിടെ ക്രൂസൈഡാണ്. ഞാനാണ് പരിഭാഷ ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക്. അപ്പോൾ 3 ദിവസത്തേക്ക് ഞങ്ങള് പ്രശ്നോ ജയിലിലിടാൻ അവർ തീരുമാനിച്ചപ്പോൾ ആ വിവരം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളത്തിൽ ഒരു വാക്യം ഓടി വന്നു. നിങ്ങൾ അധിപതികളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്നതിനെ കുറിച്ച് വിചാരപ്പെടണ്ട. ആത്മാവ് തരുന്നത് നിങ്ങൾ പറഞ്ഞോളാം. അത് നിങ്ങളല്ല, നിങ്ങൾ വരുന്നത് എന്റെ പിതാവിന്റെ ആത്മാവത്രേ. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, ജയിൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി എത്ര കാലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സാറ് പെർമിഷൻ തന്നെ 1 മണിക്കൂർ തരും. 3 ദിവസം ഇതിനകത്ത് സാറ് ഞങ്ങളെ ഇടാൻ അനുവദിച്ച ഒരു ദൈവിക പദ്ധതിയാണ്. അന്നേരം പുള്ളി SP-ക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ജൽദി സെ ജൽദി ഇങ്ങ് ഉത്തരാണ്, ഇവരെ പെട്ടെന്ന് പുറത്തു വേണം. അഭി तो ये लोग सुसमाचार प्रचार करना शुरू किया. ഇപ്പൊ തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ അവർ തുടങ്ങിക്കഴിഞ്ഞു. SP പറഞ്ഞു വിട്ടേക്കാൻ. ഹലോ, സ്തോത്രം, സ്തോത്രം. നിന്റെ പാട്ടും പ്രാർത്ഥനയും ഉണ്ടല്ലോ, നിയമത്തിനപ്പുറത്ത് കൊണ്ടുപോകുന്നതിനെ. നിന്റെ പൂട്ടഴിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന ഇന്ന് വീണ്ടും ആവർത്തിച്ച് ദൂത് പറയുന്നത്. അത് എനിക്ക് വിടുതലെന്ന് നീ പറയരുത്. അവൻ പ്രതികൂലം വരുമ്പോൾ നിന്റെ പാട്ട് നിർത്തുന്നതാണ് നിന്റെ കഥന. ദേശം വരുമ്പോൾ നിന്റെ ആരാധന നിർത്തുന്നതാണ് നിന്റെ കഥന. ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ കാരാഗ്രഹ പ്രമാണി രാത്രി തന്നെ അവര് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അടിച്ചവൻ തന്നെ അവരുടെ മുഴുവൻ കഴുകുക. സ്തോത്രം. കാരാഗ്രഹ പ്രമാണി പറഞ്ഞ് നേരം വെളുത്താനും വേണ്ടിയല്ല യോഗം വീട്ടിൽ വെക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ആ വീട്ടിലുള്ളവരെല്ലാം അധികം താമസിയാതെ സ്നാനമേറ്റു. അവർ കർത്താവിന്റെ വചനം കേട്ടു, വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു.
വീടടക്കം ആനന്ദിച്ചു. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയില്ലാതെ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയില്ല. സ്തോത്രം. 2 ദിവസം രോഗിയായി കിടന്നതിന് ശേഷം ഉപവസിച്ച് 6 മണിക്കൂർ മുടങ്ങാൽ എന്ന് പ്രാർത്ഥിച്ച് ദൂതുമായിട്ട് ഇവിടെ വന്നത്. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയായി സ്വർഗം കണ്ടെങ്കിൽ രക്തത്താൽ കണ്ണുകളെ അടച്ച് അടിച്ച് അല്പം മിനിറ്റുകൾ ആത്മാവിൽ നമുക്ക് ആരാധിക്കാം. നിയമത്തിന് അപ്പുറത്തായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവമക്കളും ഇത് മൗനമായിരിക്കുന്നത് ഈ മുറ്റത്തെയാണ് നിനക്ക് വേണ്ടിയാണ് ദൈവം ക്രമീകരിച്ചത്. നിന്റെ വിടുതലിന് വേണ്ടിയാണ് ക്രമീകരിച്ചത്. അവന്റെ അഭിഷേകത്തിന്റെ വ്യാപാരം അവൻ മുമ്പ് സകലം വെളിപ്പെടുകയാണ്. ആത്മാവിൽ രാത്രി ദൈവാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകത്താണ് ശത്രുവിന്റെ സകല ബലത്തെ അധികാരം വഴിമാറി പോകുന്ന കീർത്തി വെളിച്ചമതിക്കുന്ന ഈ രാത്രി അത്ഭുതത്തിന് നിയമം കൊണ്ട് കർത്താവേ അധികാരം കൊടുത്തതിന് ജനത്തിന്റെ ആരാധന തടങ്ങളിട്ടിരിക്കുന്ന ശകലുകൾ ഈ രാത്രി അഭിഷേകത്തിന്റെ ശകലിയ അത് വ്യക്തികളുടെ മാറട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മകനപ്പെടുത്തിയാണ് ആരും മൗനമായിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവത്തെ കളിയും അധികന ആരും ഇവിടെ ഇല്ല. സ്തോത്രം സ്തോത്രം. സമയമൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ്, നല്ല കാര്യമാണ്. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ഡോക്ടർ നമുക്ക് 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ രോഗി ആരും ഇവിടെ ഇല്ല. ഇന്ന് രാത്രി ഞാൻ ഒരു നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണീരോട് ദൈവത്തോട് ദുർശന നിമിത്തം നീ ഒറ്റപ്പെട്ടെങ്കിൽ, മുറിവേറ്റെങ്കിൽ, തള്ളപ്പെട്ടെങ്കിൽ, നിന്നെ ചുമന്നെങ്കിൽ, ഉപദ്രവേറ്റെങ്കിൽ ആ ദർശന നിമിത്തം നിന്നെ മാനിക്കാൻ ദൈവം തമ്പുരാൻ ഒരു പദ്ധതി കിട്ടുന്നുണ്ട്. സ്തോത്രം. നേരം പുലർന്നപ്പോൾ മജിസ്ട്രേറ്റ് ആളിനെ അയച്ചിട്ട് പറയുകയാണ് പൗലോസിനെ പുറത്തുവിട്ടേര്, ശീലാസിനെ പുറത്തുവിട്ടേര്. മജിസ്ട്രേറ്റിന്റെ അടുക്ക് റെക്കമെൻഡുമായിട്ട് പോയില്ല. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന കുലുക്കിയവൻ മജിസ്ട്രേറ്റിനെ പിടിച്ചു കുലുക്കി. മജിസ്ട്രേറ്റിനെ പിടിച്ചു കുലുക്കി. നിൽക്കുന്ന അധിപതികളെ കുലിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും. അഭിഷേകമുള്ളവർ, അവൻ ദർശനമുള്ളവർ, അവൻ ജയിലിൽ കിടന്നാൽ അതിന്റെ അടിസ്ഥാനം പിടിച്ചു ദൈവം കുലുക്കോ. ദൈവം കണ്ടതിനെ ഏത് ശക്തി ശ്രമിച്ചാൽ അതിന്റെ അടിപ്പറ ദൈവം കുലുക്കും. പ്രാർത്ഥിക്കുന്നതിന്റെ ഒതുക്കാൻ ഈ രാത്രി ദൈവമോ പിടിച്ചു കുലുക്കുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം ആത്മാവിൽ നിറയട്ടെ. ടീച്ചറിന് അന്വേഷിക്കുന്നതിനെ തളച്ചിട, നിയമങ്ങളുടെ തളച്ചിട, അവരെ കുറിച്ച് വ്യാപാരം നിന്റെ അതിന്റെ അടിപ്പറ കുലുക്കി നിന്നെ പുറത്തു കൊണ്ടുപോകുന്ന ദൈവം നീയാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവം, നിന്റെ ഒരു അഭിഷേകത്തോട് വെളിപ്പെടുത്തുന്ന ദൈവം. പ്രതികൂലത്തിനെ അടിസ്ഥാനത്തിൽ പ്രതികൂലത്തിന്റെ വായ അടപ്പിച്ചു. പ്രതികൂലത്തിന്റെ സ്തുതി ഒടുക്കി രാത്രിയുടെ യാമങ്ങളിൽ ഒടുക്കി. എന്നാൽ ഈ രാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ യാമത്തിന്റെ പ്രാർത്ഥനകൾ മടക്കി തരികയാണ്. നന്മകൾ എനിക്കേകിലും അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും
യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോരു സ്തുതി. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയുള്ള ഹൃദയത്തിൽ നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിന് തുല്യനായി ആരുമില്ല. മന്ത്രി വീരനാം ദൈവം നിത്യസംഹാരത്തിന്റെ പ്രഭു, നിന്റെ മുറിവുണക്കുന്ന ദൈവം, നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം, നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്നോട് സംസാരിക്കുന്ന ദൈവം. രാത്രി കർത്താവിനോട് വ്യക്തമായി സംസാരിച്ചു എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലാൽച്ചാനായി അതേ കുടുംബത്തിലുള്ളവർക്കായി പ്രത്യേകം ദൈവസനയിൽ നന്ദി പറയുന്നു. പ്രിയ തോമസ് പാസ്റ്റർ ചർച്ചിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃ ശ്രേഷ്ഠന്മാർക്ക് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ സഹോദരനായ എന്നെ ഓർത്ത് പ്രാർത്ഥിപ്പിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ദൂതുകൾ ദൈവം നമുക്ക് കർത്താവിന്റെ ദാസർ കൂടി നൽകിയല്ലോ. ഈ ദൈവം ഇന്ന് രാത്രി നമ്മോടുകൂടെ ഉണ്ട് എന്നത്ര വ്യക്തമായി നമുക്ക് അനുഭവിച്ചറിയുവാൻ ആലോചനയിലും ദൂതുകളിലും അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് മുൻപാകെ ആയിരിക്കാൻ നമുക്ക് കർത്താവ്